തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. റെഡ്കോയുടെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നു. വിദേശത്തേക്കുള്ള കയറ്റുമതിയുടെ ഉദ്ഘാടനം ഡിസംബർ 1 മാവിലായിലെ റെഡ്കോ കറി പൗഡർ ഫാക്ടറി അങ്കണത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ UAE-യിലേക്കും തുടർന്ന് ഖത്തർ, സൗദി അറേബ്യ, ഒമാൻ, ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുമാണ് കയറ്റുമതി ചെയ്യുകയെന്ന് റെഡ്കോ ചെയർമാൻ കെ സുരേന്ദ്രൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1972 സഹകരണ മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് റെഡ്കോ. 95% സർക്കാർ ഓഹരി മൂലധനത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് കേരളത്തിലുടനീളം 26 ബ്രാഞ്ചുകളും 5 ഉൽപ്പാദക യൂണിറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ മാവിലായി കറി പൗഡർ ഫാക്ടറിയിൽ നിന്നും മട്ടന്നൂർ ഫ്രൂട്ട് കാനിംഗ് യൂണിറ്റിൽ നിന്നും 120 ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് വിപണിയിലെത്തിക്കുന്നത്. മായം കലരാത്തതും ഗുണമേന്മയിൽ മികച്ചതുമായ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ നല്ല സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും റെഡ്കോ ചെയർമാൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഭക്ഷ്യവസ്തുക്കളിൽ മായമുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് റെഡ്കോവിൻ്റെ പ്രസക്തി. മായം കലരാത്തതാണ്, ഗുണമേന്മയുള്ളതാണ്. ഒരു വലിയ സംരംഭത്തിനാണ് ഞങ്ങൾ മുൻകൈ എടുക്കുന്നത്. മാധ്യമപ്രവർത്തകരുടെ പിന്തുണ എല്ലാ കാലത്തും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ മാർക്കറ്റിംഗ് പ്രൊമോട്ടേഴ്സ് കേരളത്തിലെ ജനങ്ങളാണ്, മാധ്യമ സുഹൃത്തുക്കളാണ്. നിങ്ങളുടെ പ്രധാനപ്പെട്ട പിന്തുണയും സഹായവും സഹകരണവും ഞങ്ങൾക്കുണ്ടാവണം എന്നെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. 1-ാം തീയതി 2 മണിക്ക് തന്നെ മന്ത്രി എത്തും. 3 മണിക്ക് വേറൊരു പരിപാടി ഉള്ളതുകൊണ്ട് മാവിലായി കറി പൗഡർ ഫാക്ടറിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ഥലം. എല്ലാവരും ആ സമയത്ത് അവിടെ വന്ന് ആ പരിപാടി വിജയിപ്പിച്ചു തരാൻ അഭ്യർത്ഥിക്കുന്നു. സ്വാദിഷ്ടമായ മസാലക്കൂട്ടുകൾ, കറി പൗഡറുകൾ, ബ്രേക്ക്ഫാസ്റ്റ് ഇനങ്ങൾ എന്നിവ പൊതുവിപണിയിലും സപ്ലൈകോ വിപണന കേന്ദ്രങ്ങളിൽ ശബരി ബ്രാൻഡിലും ലഭിക്കുന്നുണ്ട്. ഭക്ഷ്യമേഖലയിലെ ഗുണമേന്മയ്ക്കായുള്ള ISO സർട്ടിഫിക്കേഷനും ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള ISO സർട്ടിഫിക്കേഷനും ഫുഡ് ഡിവിഷൻ ലഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ UAE-യിലേക്കും തുടർന്ന് ഖത്തർ, സൗദി അറേബ്യ, ഒമാൻ, ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുമാണ് കയറ്റുമതി ചെയ്യുകയെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിലുടനീളം കാർഷിക മേഖലയിലും ഒരു 4 നൂറ്റാണ്ടോളമായി ഭക്ഷ്യ സംസ്കരണ വിതരണ മേഖലയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റെഡ്കോ കറി പൗഡർ മായം കലരാത്തതാണ്, ഗുണമേന്മയുള്ളതാണ്. കേരളത്തിലെ എല്ലാ കമ്പോളത്തിലും എത്തിക്കാനുള്ള ഭഗീരഥ യത്നത്തിന് പുറമെ കേരളത്തിലെ എല്ലാ വീടുകളിലും റെഡ്കോ കറി പൗഡർ എത്തിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് റെഡ്കോ ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് പോവുകയാണ്. ഗൾഫ് നാടുകളിലേക്കാണ് ആദ്യം പോകുന്നത്. UAE-യിലേക്ക് ഈ അടുത്ത ദിവസം കയറ്റി അയക്കുകയാണ്. ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി ബഹുമാന്യനായ പി രാജീവ് 1-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ആ ചടങ്ങ് മാവിലായിലെ കറി പൗഡർ ഫാക്ടറിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. UAE കഴിഞ്ഞാൽ ഖത്തർ, ഒമാൻ ഉൾപ്പെടെയുള്ള 5 ഗൾഫ് നാടുകളിലേക്ക് കൂടി ഒട്ടും താമസിയാതെ റെഡ്കോ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് വരികയാണ്. വാർത്താസമ്മേളനത്തിൽ റെഡ്കോ MD മനോജ് കുമാർ, B രതീഷ്, ഡയറക്ടർ വാസു തോട്ടത്തിൽ, ഫാക്ടറി മാനേജർ രാകേഷ്, ശ്രീജിത്ത്, മഞ്ജുള എന്നിവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 4 നൂറ്റാണ്ടിന്റെ പരിചയസമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.